15 വർഷം കാലാവധി കഴിഞ്ഞ സർക്കാർ വാഹനങ്ങളുടെ കാലാവധി 20 വർഷമാക്കി നീട്ടിയ തീരുമാനം പിൻവലിക്കാതെ സംസ്ഥാന സർക്കാർ. തീരുമാനം പിൻവലിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഗതാഗത കമ്മീഷണർക്ക് കേന്ദ്രം അയച്ച കത്ത് പുറത്തുവന്നു. സംസ്ഥാന സർക്കാർ തീരുമാനം കേന്ദ്ര നയത്തിന് വിരുദ്ധമാണെന്ന് കത്തിൽ പറയുന്നുണ്ട്. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ പൊളിക്കണമെന്നായിരുന്നു കേന്ദ്ര നയം. RB സനൂപ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. സനൂപ്, എന്തായാലും കേന്ദ്ര സർക്കാരിന് തിരിച്ചടി എന്നോണമാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും 20 വർഷത്തേക്ക് കാലാവധി നീട്ടി അത് പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഭദ്ര 15 വർഷം കഴിഞ്ഞ സർക്കാർ വാഹനങ്ങൾ അത് പൊളിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നയം. പക്ഷേ സാമ്പത്തിക ബാധ്യത കണക്കിലെടുത്തുകൊണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് സംസ്ഥാനം 15 വർഷം കാലാവധി കഴിഞ്ഞ സർക്കാർ വാഹനങ്ങൾ 20 വർഷമായിട്ട് നീട്ടാൻ തീരുമാനിച്ചു. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ജനുവരി വിജ്ഞാപനവും പുറത്തിറങ്ങിയിരുന്നു. പക്ഷേ ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാർച്ച് 27-നാണ് ഗതാഗത കമ്മീഷണർക്ക് കേന്ദ്ര മന്ത്രാലയത്തിൽ നിന്ന് ഗതാഗത മന്ത്രാലയത്തിൽ നിന്ന് ഒരു കത്ത് വന്നത്. പക്ഷേ ഈ കത്തിന് സംസ്ഥാന സർക്കാർ ഇതുവരെയായിട്ടും മറുപടി കൊടുത്തിട്ടില്ല. പകരം ഈ 20 വർഷമായിട്ട് നീട്ടിയ നടപടി തുടരാനാണ് സംസ്ഥാനം തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഈ 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ എല്ലാ വകുപ്പുകളുമായിട്ട് ഏകദേശം 5500 പുറത്ത് വാഹനങ്ങളുണ്ട്. KSRTC ബസ്സുകൾ ഉൾപ്പെടെ KSRTC ബസ് മാത്രം 1917 ബസ്സുകളുണ്ട്. അപ്പൊ ഈ പൊതുഗതാഗതത്തെ അടക്കം ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 15 വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ കാലാവധി 20 വർഷമായിട്ട് സംസ്ഥാനം നീട്ടിയത്. എന്തായാലും തൽക്കാലം ഈ തലത്തിൽ തുടരാൻ തന്നെയാണ് സംസ്ഥാനത്തെ തീരുമാനം. കാരണം വലിയ വകുപ്പുകളായിട്ടുള്ള പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, ആരോഗ്യ മേഖല തന്നെ കാര്യമായിട്ട് ഈ വാഹനങ്ങൾ പൊളിക്കേണ്ടി വന്നാൽ ബാധിക്കുമെന്ന് സംസ്ഥാനത്തിന് അറിയാം. സാമ്പത്തിക ബാധ്യത വളരെ രൂക്ഷമാണ്. അപ്പൊ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ഉള്ള കെൽപ്പും സംസ്ഥാന സർക്കാരിനില്ല.